യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പരാതിപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഹബക്കുക്ക് പ്രവാചകനെ പോലെ നമുക്കും ഇപ്രകാരം പറയാൻ സാധിക്കണം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഇന്ന് നമ്മോട് വചന സന്ദേശം പങ്കുവെക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ കുര്യൻ കാരിക്കലാണ്. നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിൽ നമുക്ക് താല്പര്യപൂർവ്വം ഏക മനസ്സോടെ പങ്കുചേർന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം അന്യ ദൈവാരാധന. അത് നമ്മുടെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൻ്റെ അടിവേരറക്കും. ഇപ്രകാരം തന്നെയാണ്, ഗൗരവപൂർവം തന്നെയാണ് ഈ പാപത്തെക്കുറിച്ച് ബൈബിളിൽ പല വചനഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അറിയില്ലാത്തതുകൊണ്ടാണോ, ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണോ, പ്രസംഗങ്ങളൊന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല, ഇന്നും പല സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അന്യദൈവാരാധനയുടെ പുറകെ പോകുന്ന ആൾക്കാർ, കത്തോലിക്കർ, ക്രൈസ്തവർ, അന്യദൈവാരാധനയുടെ പുറകെ പോകുന്നവർ, അതിന് പ്രേരിപ്പിക്കുന്ന വ്യക്തികൾ, അതിന് പറഞ്ഞുവിടുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്നും നമ്മൾ കാണുന്നുണ്ട്. ചില കത്തോലിക്കർക്ക് പോലും അതത്ര വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ മനസ്സിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അതല്ലെങ്കിൽ വചനം പറയുന്നത് പോലെ നിൻ്റെ അടിവേരറക്കുന്ന പാപമാണ് വിഗ്രഹാരാധന അല്ലെങ്കിൽ അന്യദൈവാരാധന. 1-2 വചനഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. സങ്കീർത്തനം 81 9-ാമത്തെ വചനം. 81-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഇടയിൽ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. ഒരുപക്ഷെ അന്യദൈവങ്ങളിൽ വിശ്വസിക്കുന്ന, അന്യദൈവാരാധന നടത്തുന്ന വ്യക്തികൾ നമ്മുടെ അയലോക്കത്തുണ്ടായിരിക്കാം, നമ്മുടെ നാട്ടിലുണ്ടായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ കർത്താവ് പറയാണ്, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ നീ സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ ഇതുണ്ടാകരുത്. അങ്ങനെ നമ്മൾ ഈ പള്ളിപ്പൊക്കും പ്രാർത്ഥനയും കാര്യങ്ങളും അതിൻ്റെ കൂടെ അന്യദൈവാരാധനയിലും വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ട് പോയാൽ 2 വഞ്ചിയിൽ കാല് വയ്ക്കുന്നവരെ പോലെയാണ്. ആ പാപം ഗൗരവമുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ 1 രാജാക്കന്മാർ 18-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ കാതലായ സന്ദേശം അതാണ്. എത്ര നാൾ നിങ്ങൾ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കും? രണ്ടാമതൊരു വചനം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മന്ത്രവാദികളെയോ കൂടോത്രക്കാരെയോ അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകാരം നൽകുന്നത് പോലും പാപമാണ്. ഒരു കാരണവശാലും അങ്ങനെയുള്ള വ്യക്തികളെ നീ സമീപിക്കരുത്. ഇനി അവിടെ പോയി അന്യദൈവത്തെ ആരാധിച്ചാൽ ഉണ്ടാകുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്നും മുഖം തിരിക്കും, നിങ്ങളെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയും. നമുക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? വിച്ഛേദിച്ച് കളയും എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിവേറക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ദൈവവുമായിട്ടുള്ള എല്ലാ കണക്ഷനും പോകും. അതുകൊണ്ടാണ് ചിലർക്ക് ആത്മീയ കാര്യങ്ങൾ അരോചകമായിട്ട് തോന്നുന്നത്, ആത്മീയ കാര്യങ്ങളെ എതിർക്കുന്നത്. ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ എവിടുന്ന് വരുന്നതെന്നറിയത്തില്ല, ഒരു ക്ഷീണം, അസ്വസ്ഥത, പിരിമുറുക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു കാര്യത്തിലേക്ക്, വിശ്വാസത്തിന് നിരക്കാത്ത ഒരു കാര്യത്തിലേക്ക് പോയാൽ ഞാൻ നിന്നിൽ നിന്നും മുഖം തിരിക്കും, നിന്നെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. ഇപ്രകാരം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, അന്യദൈവാരാധന കൊണ്ടുവരുന്ന നേട്ടം വെറും താൽക്കാലികമാണ്. എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവരോട് ഞാൻ ആരോ പറഞ്ഞു കേട്ട് ഇന്ന കാര്യത്തിനൊക്കെ പോയി, മന്ത്രവാദം, കൂടോത്രം, പൂജാകർമ്മങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി, ഒരു ഫലം ഉണ്ടായില്ല. ഒരു ഫലം ഉണ്ടായില്ല. മറ്റു ചിലരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഫലമുണ്ടായി, പക്ഷെ നിലനിന്നില്ല, താൽക്കാലികമായ ഫലം. അതാണ് യെശയ്യായുടെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വായിച്ചാൽ നമ്മൾ കാണുക. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ നീ പോയാൽ അവ നിന്നിൽ ഭീതി ജനിപ്പിച്ചേക്കാം, താൽക്കാലികമായ ഫലവും നീ കണ്ടേക്കാം, എന്നാൽ അവ വൈക്കോൽ തുരുമ്പ് പോലെയാണ്. ഈ ആദ്യം ഫലമുണ്ടാകുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ അവിടെ ഒതുങ്ങിപ്പോകരുത്. അതിന് ശേഷം പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എന്നാൽ അവ വൈക്കോൽ തുരുമ്പ് പോലെയാണ്, അവസാനം നീ കത്തിച്ചാമ്പലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ താൽക്കാലികമായിട്ടുള്ള ആ നേട്ടത്തിൻ്റെ പുറകെ നമ്മൾ പോകരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 സാമുവേൽ 28-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിച്ചാൽ, ദൈവഹിതം അറിയാൻ വേണ്ടി അവിടെ സാവൂൾ ചെയ്ത ഒരു കാര്യം, അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സന്ദേശമൊന്നും കൊടുത്തില്ല. ഉടനെ അവൻ ആവശ്യപ്പെട്ടൊരു കാര്യം, ഒരു മന്ത്രവാദിനിയെ കൂട്ടിക്കൊണ്ടുവാ, അവളിലൂടെ നമുക്ക് ദൈവഹിതം അറിയാം. അവർ പോയി രാജാവ് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മന്ത്രവാദിനി വരുന്നു, കാര്യങ്ങളെല്ലാം പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ നമ്മൾ കാണുന്നുണ്ട് പിന്നീട് 31-ാം അധ്യായം, 1 സാമുവേൽ 31-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ സാവൂളിൻ്റെ മക്കളുടെയും അന്ത്യം ശോചനീയമായ അന്ത്യം അവിടെ ഉണ്ടായി. താൽക്കാലികമായിട്ട് കാര്യം നടന്നെങ്കിലും ശോചനീയമായ അന്ത്യം. ഇതാണ് വിഗ്രഹാരാധന, അന്യദൈവാരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നവരുടെ ജീവിതത്തിലും കണ്ടിരിക്കുന്ന കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും സാത്താന് പ്രവേശന കവാടമാവും. ഈ അന്ധവിശ്വാസങ്ങൾ, ചിലർക്ക് ദൈവത്തിൻ്റെ വചനം അറിയത്തില്ലെങ്കിലും അവർക്ക് പഴഞ്ചൊല്ലുകളും അന്ധവിശ്വാസങ്ങളും ആവശ്യത്തിലേറെ കൂടപ്പുറപ്പായിട്ടുണ്ട്. അതിലെല്ലാം മനസ്സുറപ്പിച്ചും മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഒരു വചനം ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ല. ബൈബിളിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അവർക്കറിയത്തില്ല താനും. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അവയെല്ലാം സാത്താന് പ്രവേശന കവാടമാണ്. നിങ്ങൾ നിയമാവർത്തന പുസ്തകം 18:9 മുതൽ വായിച്ചാൽ
ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അനാചാരങ്ങളുടെ, അത് ഈ മന്ത്രവാദി, കൂടോത്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ, അങ്ങനെയുള്ള വ്യക്തികളെ സമീപിക്കുന്നതും അവരുടെ പുറകെ പോകുന്നതും അതെല്ലാം നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ശരിക്കും നമ്മൾ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സാത്താന് പ്രവേശന കവാടമാവും. ദുരാചാരങ്ങൾക്ക് നമ്മളെ വിട്ടുകൊടുത്താൽ സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും. അറിയാല, ഈ വിശ്വാസത്തിന് നിരക്കാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചില പ്രവൃത്തികളൊക്കെ ആയിരിക്കാം, ചില ഗെയിം ആയിരിക്കാം, എന്തുമാകട്ടെ, അതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, സാത്താന് നമ്മുടെ മേൽ ആധിപത്യമുണ്ടാകും. കാരണം അവന് നമ്മൾ പ്രവേശന കവാടം തുറന്നു കൊടുത്തതുകൊണ്ട്. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കറിയാം ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ചില ചെപ്പടി വിദ്യകൾ പഠിക്കാൻ വേണ്ടി, പുള്ളി കത്തോലിക്കനായിരുന്നെങ്കിലും പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളെ സമീപിച്ചു. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം, പഠിപ്പിക്കുന്ന ആൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ, അസാധാരണമായ രീതിയിൽ ശക്തി പ്രകടമാകുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ കാണിച്ചു തരാം, പഠിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഇതെല്ലാം നെഗറ്റീവ് ശക്തി കൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അത് താൽക്കാലികമായിട്ട് ഇപ്രകാരം നമുക്ക് നേട്ടം തന്നാലും അതിൻ്റെ അന്ത്യ റിസൾട്ട്, എൻ്റെ റിസൾട്ട് അത് നല്ലതായിരിക്കില്ല എന്ന് ആ മനുഷ്യൻ തന്നെ സൂചിപ്പിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോയിട്ടുള്ളവരുടെ ജീവിത അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് ബൈബിളിലൂടെ കടന്നു പോയാൽ, പ്രത്യേകിച്ച് നിങ്ങൾ 2-3 അധ്യായങ്ങൾ എടുത്താൽ മതി. എസെക്കിയേൽ 6, എസെക്കിയേൽ 16, അതുപോലെ തന്നെ നാഹും 1-ാം അധ്യായം. 3 അധ്യായങ്ങളിലൂടെ കടന്നു പോയാൽ 5 പദങ്ങൾ ഈ അന്യദൈവാരാധനയ്ക്ക് കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. 5 പദങ്ങൾ. ഒന്നാമത്തേത് അവിശ്വസ്തത. എസെക്കിയേൽ 6:9 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എസെക്കിയേൽ 6:9, അന്യദൈവാരാധനയിലൂടെ എൻ്റെ ജനം എന്നോട് അവിശ്വസ്തത കാണിച്ചു. വീണ്ടും നമ്മൾ 6:11 വായിച്ചാൽ ഇതിന് കൊടുത്തിരിക്കുന്ന പദം ഇതാണ്, അധമമായ മ്ലേച്ഛത. അന്യദൈവ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, അത് അധമമായ മ്ലേച്ഛതയാണ്. വീണ്ടും എസെക്കിയേൽ 16-ാം അധ്യായം അതിൻ്റെ 36-38 വചനങ്ങളെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യദൈവാരാധന എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ്. ദൈവത്തിനെതിരെ നമ്മൾ ചെയ്യുന്ന വ്യഭിചാര പ്രവൃത്തിയായിട്ടാണ് അന്യദൈവാരാധനയെ എടുത്തു കാണിച്ചിരിക്കുന്നത്. വീണ്ടും എസെക്കിയേൽ 16:43 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് വേശ്യാവൃത്തിയാണ്. ഈ പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഈ പാപം എത്ര നീചമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വേശ്യാവൃത്തി. വീണ്ടും നിങ്ങൾ നാഹും 1-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, കൊത്തുവിഗ്രഹം, നീ ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം, അതുമൂലം ഞാൻ നിനക്ക് ശവക്കുഴി ഉണ്ടാക്കും. എന്തെന്നാൽ നീ നികൃഷ്ടനാണ്. പറഞ്ഞാൽ ഇത് നികൃഷ്ട പ്രവൃത്തിയാണ്. അന്യദൈവ ആരാധന എന്ന് പറഞ്ഞാൽ അത് നികൃഷ്ട പ്രവൃത്തിയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം എടുത്തു കാണിക്കുക. നമുക്കൊരു 5 വചനഭാഗങ്ങൾ പ്രത്യേകമായിട്ട് എടുക്കാം. അന്യദൈവാരാധന നമ്മളെ കൊണ്ടെത്തിക്കുന്ന നാശത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അന്യദൈവാരാധന മൂലമുണ്ടാകുന്ന നാശം അത് ചെറിയ നാശമൊന്നുമല്ല. 1-ാമത്തെ വചനഭാഗം നിയമാവർത്തനം 13:6 മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്യദൈവാരാധനയ്ക്ക് ആരെങ്കിലും നിന്നെ പ്രേരിപ്പിച്ചാൽ അവനെ കൊല്ലാൻ നിൻ്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്. കാരണം അവൻ പരിശ്രമിച്ചത് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റാനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ആര് ചെയ്താലും അതിനെ നമ്മൾ എതിർക്കണം എന്നുള്ളതാണ് ദൈവവചനം പറയുക. വീണ്ടും എസെക്കിയേൽ 8-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു 25 പേരുടെ ഗ്രൂപ്പ് ദേവാലയത്തിന് പുറംതിരിഞ്ഞ്
അവർ സൂര്യ നമസ്കാരം നടത്തി. 9-ാം അധ്യായം വായിച്ചാൽ അതിനെതിരെ കർത്താവിൻ്റെ ക്രോധം ജ്വലിച്ചിട്ട് സംഹാര താണ്ഡവം. അപ്പം അതുകൊണ്ട് ഈ പാപം ഗൗരവമുള്ള പാപമാണെന്ന് നമ്മൾ മറക്കരുത്. മറ്റൊരു വചനഭാഗം പുറപ്പാട് 32 അതിൻ്റെ 15 മുതൽ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനം അവർ കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. മോശ ദൈവത്തിൽ നിന്നും കൽപ്പലകളുമായി ഇറങ്ങി വന്നപ്പോൾ ഒരു മ്യൂസിക് അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അവന് മനസ്സിലായത് അവർ കാളക്കുട്ടിയെ ആരാധിച്ച് തുള്ളിച്ചാടി പാട്ടുപാടുകയാണ്. മോശയുടെ ക്രോധം ജ്വലിച്ചു. മോശ ആ കാളക്കുട്ടിയെ ചുട്ട് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ആ വെള്ളം അവരെ കുടിപ്പിച്ചു. അതിനുശേഷം മോശ പോയി പരിഹാരം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനവും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ പാപം എത്ര ഗൗരവമുള്ള പാപമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജെറമിയ 11 മുതൽ വായിച്ചു കഴിഞ്ഞാൽ തകർന്ന ഉടമ്പടി എന്ന തലക്കെട്ടിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതുമൂലം നിങ്ങൾക്ക് വരാൻ പോകുന്ന അനർത്ഥം, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നിങ്ങൾ എത്ര സമർത്ഥരാണെങ്കിലും ആ അനർത്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ ഞാൻ നിന്നെ ചുട്ടരിക്കും എന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ. അപ്പം അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഗൗരവം നമ്മൾ മറക്കരുത്. അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വചനഭാഗം 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിച്ചാൽ കാണാൻ പറ്റും. മനാസെ ജെറൂസലേമിൽ ചെയ്തു കൂട്ടിയ പാപം. ഇനി അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ അപ്പൻ ഹെസക്കിയ തുടച്ചു മാറ്റിയ വിഗ്രഹാരാധന അവൻ തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇതിനുള്ള ശിക്ഷയെക്കുറിച്ച് കേൾക്കുന്നവരുടെ ചെവി ധരിക്കും. അവർ കഴുകി കമഴ്ത്തിയ പാത്രം പോലെ ആയിരിക്കും. നോക്കിയേ, ഈ പാപത്തിൻ്റെ ഗൗരവം എത്ര വലുതാണെന്ന് ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ. ഈ പ്രിയപ്പെട്ടവരെ, 5-ാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 5 പരിഹാര മാർഗങ്ങൾ. എങ്ങാനും നമ്മൾ ഈ പാപത്തിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ 5 വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. 1, ന്യായാധിപന്മാർ 10-15 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിനോട് പറയുക, കർത്താവേ, അവകാശപൂർവ്വം ഒന്നും ചോദിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളുക. പക്ഷേ ഇപ്രാവശ്യം കൂടി കരുണ കാണിച്ചാൽ ഇനിമേൽ ഞാൻ പാപം ചെയ്യാതെ ജീവിക്കും. 2-ാമത്തെ പരിഹാരം പ്രഭാഷകൻ 17:26 പറഞ്ഞിട്ടുണ്ട്, ഈ പാപസുഖത്തെ കഠിനമായി വെറുത്തുപേക്ഷിക്കണം. അന്യദൈവാരാധന പോലെയുള്ള കാര്യങ്ങളെ, അതുമൂലം ഉണ്ടാക്കാവുന്ന നേട്ടങ്ങളെ കഠിനമായി വെറുത്തുപേക്ഷിക്കണം. 3-ാമത്തെ കാര്യം ബാറൂക്ക് 4:27-28 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി ഉത്സാഹത്തോടെ നീ തിരിച്ചു വരിക. അടുത്ത വചനഭാഗമാണ് നമുക്ക് പുറപ്പാട് 32-30, അതുപോലെ പ്രഭാഷകൻ 21:1-2 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിമേൽ പാപം ചെയ്യാതെ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനസ്സുറപ്പിക്കുക. അവസാനമായിട്ട് ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകൻ 3:30 വായിച്ചാൽ, വീണ്ടും പ്രഭാഷകൻ 29:12 വായിച്ചാൽ ദാനധർമ്മം നമ്മുടെ നിക്ഷേപമായിട്ട് നമ്മൾ മാറ്റുന്നെങ്കിൽ അത് പാപത്തിന് പരിഹാരമാവും. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപത്തിന് ശരിക്കും ഉള്ളൊരുകി ദൈവത്തോട് മാപ്പ് ചോദിച്ച് അതിന് പരിഹാരം ചെയ്യുവാനുള്ള തീരുമാനമെടുത്ത് ആ തീരുമാനം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് അന്യദൈവാരാധന, വിഗ്രഹാരാധന, അതിൻ്റെ പരിണതഫലമായി സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഒക്കെ വചന വെളിച്ചത്തിൽ ചിന്തിച്ചു. അതിലേക്കൊക്കെ പോകാതിരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും
ആരാധിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സമയമാണ് ഈ സമയം. ദൈവം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ ദൈവത്തെ ആരാധിക്കുന്നവരെ പോലെ ജീവിക്കാൻ നമുക്ക് പറ്റിയാൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പാപം വിട്ടു നിൽക്കും. നമുക്ക് ആ ബോധ്യത്തോടെ നമുക്കായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട്, അവിടുത്തെ സ്നേഹം കണ്ടുകൊണ്ട്, അവിടുത്തെ മഹത്വം ദർശിച്ച് നമുക്ക് ആ ദൈവത്തെ അല്പസമയം സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് സർവശക്തനാണ്. അവിടുത്തെ മഹത്വം ഞങ്ങൾ ദർശിച്ചാൽ ഞങ്ങളങ്ങേ ആരാധിക്കും. അവിടുത്തെ മുഖം ഞങ്ങൾ കണ്ടാൽ ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകും. കർത്താവേ, അങ്ങയുടെ മഹത്വം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്ക് നോക്കുമ്പോൾ ഹൃദയം കൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം. ഏക സത്യ ദൈവമായ യേശുവിനെ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അവിടെയാണ് രക്ഷ നമ്മളിലേക്ക് കടന്നു വരിക. ആ സത്യദൈവം അവിടുന്നാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അവനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ണീരോടെ ദൈവത്തെ വിളിക്കാം. ഇവിടെ വേദനകളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാം. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് എത്രയോ വ്യക്തികൾ, നിലവിളിച്ച വ്യക്തികൾ, കുത്തിയിരുന്ന് കരഞ്ഞ വ്യക്തികൾ, ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതം ഇറക്കി വെച്ചവർ, ഹൃദയവികാരങ്ങളും വിചാരങ്ങളും ഇറക്കി വെച്ചവർ. അതുപോലെ നമുക്കും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരും. നമ്മൾ കണ്ടല്ലോ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 10 ഇരട്ടി ഉത്സാഹത്തോടെ അവൻ്റെ പക്കലേക്ക് തിരിച്ചു വരുമ്പോൾ, പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള ആ ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകുമ്പോൾ, നമ്മുടെ പാപങ്ങൾ എത്ര ഗൗരവമുള്ളതാണെങ്കിലും അതെല്ലാം കർത്താവ് ക്ഷമിക്കും. ആ ബോധ്യത്തോടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. അറിവില്ലായ്മയുടെ കാലത്ത് നമ്മൾ ചെയ്ത അപരാധങ്ങൾ കർത്താവ് പൊറുക്കും, കർത്താവ് ക്ഷമിക്കും. ഇനി നമ്മൾ യേശുവിനെ അറിഞ്ഞവരെ പോലെ, പിതാവായ ദൈവത്തെ അറിഞ്ഞവരെ പോലെ നമ്മൾ ജീവിക്കണം. ഇനി നമ്മുടെ വിശ്വാസത്തിന് വില കൊടുക്കും എന്നുള്ളത് ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഏറ്റുപറയണം. വിശ്വാസം ബലി കഴിച്ച് നമ്മുടെ ആയുസ് നീട്ടിയിട്ട് എന്ത് കാര്യം? വിശ്വാസത്തെ പ്രതി മരിക്കേണ്ടി വന്നാൽ അതാണ് രക്തസാക്ഷിത്വം, ഏറ്റവും മഹനീയമായൊരു കാര്യം. കർത്താവേ, രക്തം ചിന്തിയോ രക്തം ചിന്താതെയോ രക്തസാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് നാം നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ ശരീരത്തെ ശ്രവിക്കുന്നതിനേക്കാൾ ആത്മാവിനെ നമ്മൾ ശ്രവിക്കണം. ആ ഒരു തീരുമാനമെടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. റോമാലേഖനം 1:25 വായിക്കുമ്പോൾ, സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ആരാധിക്കുന്നതും അതാണ് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ, ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യരെയും സൃഷ്ടവസ്തുക്കളെയും നമ്മൾ മാനിക്കുന്നതും അനുസരിക്കുന്നതും. കർത്താവേ, അപ്രകാരമുള്ള പാപങ്ങളൊന്നും ഇനിമേൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. എത്ര ഘോരമായ മാരകമായ പാപങ്ങളാണ് നമ്മൾ ചെയ്തെങ്കിലും നമുക്ക് ഉള്ളൊരുകി പശ്ചാത്താപ വിവശ ഹൃദയത്തോടെ ഈശോയിലേക്കൊന്ന് തിരിയാൻ പറ്റിയാൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. കർത്താവ് നമ്മളെ വീണ്ടെടുക്കും. നഷ്ടപ്പെട്ട ഐശ്വര്യം കർത്താവ് നമുക്ക് തിരിച്ചു തരും. ജെറമ്യാ 31:11 മുതൽ വായിക്കുമ്പോൾ, വീണ്ടെടുപ്പിൻ്റെ ആനന്ദം. പാപത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ വേദനകളും കുറ്റബോധങ്ങളും നിരാശയും ആകുല ചിന്തകളും എല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം നിങ്ങളുടെ രോഗങ്ങളും മറ്റ് ജീവിത പ്രശ്നങ്ങളും കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ശക്തി ഈ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ അവിടെ നയിക്കണമേ. അതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന, നല്ല തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന ഇവരുടെ കുടുംബത്തെ, ഇവരുടെ പ്രത്യേക നിയോഗങ്ങളെ അവിടുന്ന് ഇപ്പോൾ കർത്താവെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളിലേക്ക് അവിടുത്തെ ശക്തി ഒഴുക്കണമേ.
കർത്താവെ, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുക്കണമേ. ബന്ധനങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കണമേ. അസമാധാനത്തിൽ നിന്ന് ഈ മക്കളെ മോചിപ്പിച്ച് സമാധാനം കൊടുക്കണമേ. കാരുണ്യവാനായ കർത്താവെ, അവിടുത്തെ കരമുയർത്തി അവിടുത്തെ വചനമയച്ച് ഈ മക്കളെ ആശീർവദിച്ച് സുഖപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ശാസിച്ചു മാറ്റി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുഗ്രഹങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,